കലോത്സവത്തിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഭക്ഷണശാലയിലുള്ളത് ഇപ്പം പഴയുടെ മോഹനൻ തിരുമേനി നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് നമ്മുടെ ഈ കലോത്സവത്തിന്റെ ഇത്തവണത്തെ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ? നന്നായി പോണു. ക്രമീകരണങ്ങളെല്ലാം ഓൾമോസ്റ്റ് പൂർത്തിയായിട്ടുണ്ട്. ഇനി പണിയെ പതുക്കെ തുടങ്ങിയാൽ മതി. ഇന്ന് രാത്രി മുതലാണ് ഭക്ഷണം ആരംഭിക്കുന്നത്. ഇന്ന് രാത്രി മുതലാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണയൊക്കെ വെറൈറ്റി പായസങ്ങളും ഓരോ കറികളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ എന്താണ് നമ്മുടെ സ്പെഷ്യാലിറ്റി കൊണ്ടുവരുന്നത്? അല്ല, അത് നോക്കാം. നമ്മൾ കുറേ ഐറ്റംസ് കുട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കണം. കഴിഞ്ഞ തവണത്തെ ഗംഭീരാവും ഇത്തവണ എന്ന് എല്ലാവരും പറയുന്നത് ഭക്ഷണങ്ങളൊക്കെ പ്രതീക്ഷകൾ എല്ലാം ഗംഭീരമല്ലേ? അത് കുറച്ചൊക്കെ നമ്മുടെ ആ കഴിക്കുന്നവരുടെ മനസ്സാന്നിധ്യം കൂടി നല്ലതാണ്. ഒക്കെ റെഡി ആയിരിക്കും. നമ്മൾ മനഃപൂർവ്വമായിട്ട് ഒരു കാര്യവും മോശമാക്കില്ലല്ലോ. പിന്നെ ഓരോ സ്ഥലങ്ങളിൽ കിട്ടുന്ന സാധനങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ചെയ്യാവുന്നത് ചെയ്യും. അപ്പം ഓരോ തവണ കലോത്സവത്തിന് എത്തുമ്പം കുഞ്ഞുങ്ങളുടെ മനസ്സ് നിറഞ്ഞ് ഭക്ഷണം കഴിച്ചുമ്പോൾ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. അതാണ് ഓരോ തവണയും ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്രചോദനവും. തീർച്ചയായിട്ടും. ഇപ്പോൾ കഴിഞ്ഞ 25 വർഷമായിട്ട് കലോത്സവത്തിന് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. 20 വർഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവം, 25 കൊല്ലമായിട്ട് ജില്ലാ കലോത്സവങ്ങൾക്കും പാചകം ചെയ്തു. ഈ കാലയളവിൽ 2.5 കോടിയിലേറെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതൊരു വലിയൊരു പോസിറ്റീവ് ഇതല്ലേ നമുക്ക് വരുന്നത്. കുട്ടികളുടെ സന്തോഷമാണ് ഏറ്റവും വലുതല്ലേ? തീർച്ചയായിട്ടും. എത്ര പേർക്കുള്ള ഭക്ഷണം ഒരു ദിവസം തയ്യാറാക്കാം? 50,000 പേരുണ്ടാവും ഇവിടെ ഒരു ദിവസം, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കൂടി എന്ന് പ്രതീക്ഷിക്കുന്നു. ഗവൺമെൻറ് കണക്ക് അത്രയും പറയുന്നില്ല, എങ്കിലും നമ്മുടെ പ്രതീക്ഷ അത്രയാണ്. അത് വെച്ചുള്ള കാൽക്കുലേഷൻ ആയിരിക്കും. അപ്പോൾ ഒരു നേരം എത്ര പേർക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്? അത് ഉച്ചയ്ക്കലത്തെ 15,000-ന് മുകളിലുണ്ടാവും. രാവിലെ 10,000, രാത്രി 10,000. എൻ്റെ ഒരു കണക്ക് അതാണ്. ഇനി സർക്കാരിൻ്റെ കണക്ക് എങ്ങനെ വരും എന്നുള്ളത് നോക്കട്ടെ. മെനു തയ്യാറായിട്ടുണ്ട് എന്തൊക്കെയാണ് ഭക്ഷണം എന്നുള്ളത്? ഇല്ലില്ല, മെനു തയ്യാറാക്കിയിട്ടില്ല. അതിങ്ങനെ ഓരോ ദിവസവും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ പായസത്തിൻ്റെ കാര്യം എന്തായിരിക്കും? ഒരു സ്പെഷ്യൽ പായസം എല്ലാ തവണയും പഴയടത്തിൻ്റെ ഭാഗം ഉണ്ടാവാറുണ്ട് കലോത്സവത്തിന്. ഇത്തവണ എന്താ? അത് തീരുമാനിച്ചില്ല. എന്താണെന്ന് പറയാൻ പിന്നെ എൻ്റെ സസ്പെൻസ് കഴിഞ്ഞല്ലേ, സ്പെഷ്യാലിറ്റി പോയല്ലേ. നോക്കാം, അത് ഉള്ളത് വെച്ചിട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. എന്തായാലും കലവറ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാത്രി മുതലാണ് ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് ഭക്ഷണം ഇവിടുന്ന് ലഭ്യമാകും. കലോത്സവം കഴിയുന്ന രാത്രി വരെ ഇവിടെ ഭക്ഷണം ഉണ്ടാകും. ഓരോ ദിവസവും 10,000-ൽ മുകളിൽ പേർക്കാണ്, അതായത് 30,000 പേർക്കാണ് ഉച്ചയ്ക്കൊക്കെ ഇവിടെ ഭക്ഷണ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 10,000 പേർക്ക്, ഉച്ചയ്ക്ക് 30,000 പേർക്ക്, അതായത് ഒരു ദിവസം തന്നെ 30,000 പേർക്കുള്ള ഭക്ഷണം ഈ കലവറയിൽ സജ്ജമാക്കും. ഒരേ സമയം 4,000 പേർ, 4,000-ലധികം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഇരിപ്പിടവും ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കലോത്സവത്തിൻ്റെ കലവറ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.